തിരുവിഷ്ണു മിനിസ്ട്രീസ് വേൾഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 27 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 9 മുതൽ 21 വരെയും, 1 സാമുവേലിന്റെ പുസ്തകം 1 അധ്യായം 21 മുതൽ 28 വരെയും, ഗലാത്യ ലേഖനം 4 അധ്യായം 21 മുതൽ 5 അധ്യായം 1 വരെയും, വിശുദ്ധ മത്തായി സുവിശേഷം 2 അധ്യായം 1 മുതൽ 12 വരെയും തിരുവചനങ്ങൾ. വിശേഷാറ്റം പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. ക്രിസ്തുവിനെ ദൈവമായി ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ക്രിസ്തുവിനെ ആരാധിക്കുകയാണ് നമ്മുടെ ദൗത്യം. സുവിശേഷത്തിൽ യേശുവിനെ ആരാധിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ട പൂജരാജാക്കന്മാരെ കുറിച്ചാണ് നാം വായിക്കുക. പൂജരാജാക്കന്മാർ നക്ഷത്രം കണ്ട് ക്രിസ്തുവിനെ തേടിയിറങ്ങുന്നു. അവന്റെ ജനനം തിരിച്ചറിഞ്ഞ് അവനെ അന്വേഷിച്ചിറങ്ങുന്നു. ഹെറോദസിന്റെ കൊട്ടാരം എത്തുന്നതുവരെ ഈ നക്ഷത്രത്തിന്റെ വഴി പിന്തുടർന്നാണ് രാജാക്കന്മാർ അവനെ അന്വേഷിക്കുക. രാജകൊട്ടാരം കാണുമ്പോൾ രാജകൊട്ടാരത്തിലേക്ക് അവർ തിരിയുന്നു. അതോടെ നക്ഷത്രം കാണാതെയാവുന്നു. വളരെയൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ഭാഗമാണത്. എപ്പോഴാണ് പൂജരാജാക്കന്മാർക്ക് നക്ഷത്രം നഷ്ടപ്പെട്ടത്? ഹെറോദേസിന്റെ കൊട്ടാരം കണ്ടപ്പോഴാണ്. ഹെറോദേസിന്റെ കൊട്ടാരത്തിൽ വിജ്ഞാനത്തെയും അറിവിനെയും പ്രതീക്ഷിക്കുന്നു ഇവർ. അതുകൊണ്ട് തങ്ങളെ വഴി നടത്തിയ ദൈവത്തിന്റെ ജ്ഞാനമാർഗത്തെ അവർ നഷ്ടപ്പെടുത്തുന്നു. ഹെറോദേസിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്ന അവർക്ക് അവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ബെത്ലഹേമിനെ കുറിച്ച് വിവരം കിട്ടുന്നുണ്ട്. അവർ ഹെറോദേസിന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഹെറോദേസ് ഈ വിവരമറിഞ്ഞ് പരിഭ്രാന്തനായി തിരികെ വരുമ്പോൾ സ്ഥലം തനിക്ക് കൂടി പറഞ്ഞു തരണം, തനിക്കും അവനവൻ വന്ന് ആരാധിക്കണമെന്ന് ഹെറോദേസ് പറയുന്നു. യഥാർത്ഥത്തിൽ ഹെറോദേസ് ഒരു രാജാവിന്റെ ജനനത്തെക്കുറിച്ച് പരിഭ്രാന്തനായി തന്റെ സ്ഥാനം നഷ്ടപ്പെടുകയാണ്. ഈ നക്ഷത്രത്തിന്റെ വഴിയെ പോയിരുന്നെങ്കിൽ ഹെറോദേസ് ഈ പരിഭ്രാന്തിയിൽപ്പെടില്ല. അവിടെ കുട്ടികൾ വധിക്കപ്പെടാനിടയാകില്ല. ഹെറോദേസിന്റെ കൊട്ടാരത്തിന് പുറത്തിറങ്ങുമ്പോൾ വീണ്ടും നക്ഷത്രം പ്രത്യക്ഷപ്പെടും. മാനുഷികമായ വിജ്ഞാനം കൊണ്ടല്ല പൂജരാജാക്കന്മാർ ക്രിസ്തുവിനെ കണ്ടെത്തുന്നത്. ആ നക്ഷത്രത്തിന്റെ വഴിയെ ചെല്ലും. അവർ പുൽത്തൊഴുത്തിൽ ചെന്ന് ക്രിസ്തുവിനെ കാണും. പൊന്നും കുന്തിരിക്കവും നീറയും കാഴ്ചവെച്ച് പ്രാർത്ഥിക്കും. 3 കാര്യങ്ങളാണ് കാഴ്ചയിൽ: പൊന്ന്, കുന്തിരിക്കം, നീറ. പൊന്ന് ആത്മാവിന്റെ പ്രതീകമാണ്. പ്രഭാഷണ പുസ്തകത്തിൽ നമ്മൾ വായിക്കുള്ളൂ, സ്വർണം അഗ്നിയിൽ എന്ന പോലെ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ. സ്വർണം ആത്മാവിന്റെ പ്രതീകം. കുന്തിരിക്കമാകട്ടെ മനസ്സിന്റെ പ്രതീകമാണ്. പഴയ സീറോ മലബാർ ക്രമത്തിലുള്ള പ്രാർത്ഥനകളിൽ ഉയരണമേ പ്രാർത്ഥനയഖിലേശ, ഉയരണമേ സുരവില ധൂപം പോൽ. പരിമളം ഉയരുമ്പോൾ ഹൃദയം സ്വർഗത്തിലേക്ക് വരും. അപ്പോൾ ഹൃദയം, മനസ്സ് സ്വർഗത്തിലേക്ക് വരുന്നു. മനസ്സിന്റെ പ്രതീകമാണ് കുന്തിരിക്കം. മേറയാകട്ടെ ശാരീരികമായ ഒരു ഔഷധമാണ്. ക്രിസ്തു കുരിശെ കിടക്കുമ്പോൾ അവൻ വേദന സഹിക്കാൻ കഴിയില്ലെങ്കിൽ മീറയും വീഞ്ഞും കലർത്തി അവന് കൊടുക്കും. ഒരു പെയിൻ കില്ലറാണ്. സാധാരണഗതിയിൽ ശാരീരികമായ രോഗങ്ങൾക്കുള്ളൊരു ഔഷധമാണ് മീറ. അപ്പോൾ ആത്മാവും ശരീരവും മനസ്സും ക്രിസ്തുവിനെ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പൂജരാജാക്കന്മാർ പ്രതീകാർപ്പണം നടത്തുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ അവർ കാണുന്നു, ക്രിസ്തുവിനെ ആരാധിക്കുന്നു. രാത്രിയിലുണ്ടാകുന്ന സ്വപ്നത്തിന്റെ വെളിച്ചത്തിൽ അവർ മറ്റൊരു വഴിയിലൂടെ കടന്നു പോകും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിശ്ചയമായും ക്രിസ്തുവിനെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പഴയ നിയമ കാഴ്ചപ്പാടനുസരിച്ചാണെങ്കിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ദൈവത്തിന്റെ പക്ഷത്തുള്ളവരല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല. ക്രിസ്തുവിൽ വിമോചനമുണ്ടായപ്പോഴാണ് ഈ മതാധിപത്യത്തിന്റെ വേലുകൾ പൊളിച്ച് ക്രിസ്തുവിനിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്കെല്ലാം വാഗ്ദാനപ്രകാരമുള്ള ആത്മാവിന്റെ പ്രവൃത്തി, അവർക്കെല്ലാം ദൈവമക്കളുടെ സ്ഥാനം, അവർക്കെല്ലാം ദൈവത്തെ ആരാധിക്കാനുള്ള അവസരം, സ്വാതന്ത്ര്യം വരുന്നത് ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ട് പഴയ നിയമകാലത്തെ ഉൽപ്പത്തി പുസ്തകം പറയുമ്പോൾ അത് പറയുന്നുണ്ടല്ലോ, 2 ഇടങ്ങളാണ്. ഹാഗാറും
സാറായി. ഹാഗാർ അടിമയാണ്, അവളുടെ മകനും ആ വംശത്തിൽപ്പെടും. സാറ സ്വതന്ത്രയാണ്, അവളുടെ മക്കൾ സ്വതന്ത്രം. ഹാഗാർ അടിമയാണെന്നതുപോലെ സീനായ് മല പഴയ പ്രതീകമാണ്. അതൊരു അടിമത്വത്തിന്റെ ലോകമാണ്. പുതിയ ജെറുസലേമാകുന്ന ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാകട്ടെ സ്വാതന്ത്ര്യമുള്ളവരാണ്. നമുക്ക് ദൈവത്തെ വിളിക്കുന്ന ആബാ പിതാവേ എന്ന് വിളിക്കാൻ യാതൊരു തടസ്സവുമില്ല. നമ്മുടെ പിതാവാണ് ദൈവം എന്ന് പറയാൻ പറ്റും. സകലരുടെയും ദൈവം. വിശ്വാസം വഴി വാഗ്ദാനത്തിന്റെ മക്കളാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഗലാത്യ ലേഖനം ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ആത്മാവിന്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ്, നമ്മൾ സ്വതന്ത്രരാണ്. പഴയ നിയമത്തിൽ ഇസഹാക്ക് വാഗ്ദാനപ്രകാരമുള്ള ഇസഹാക്കിനെ ദൈവത്തിന് ബലിയർപ്പിക്കാനായിട്ട് അബ്രഹാം മനസ്സ് കാണിക്കും. സാമുവേൽ പ്രവചനത്തിൽ നമുക്ക് കാണാം, ഹന്ന തൻ്റെ മകനെ സാമുവേലിനെ ദൈവത്തിന് കാഴ്ചയർപ്പിക്കും. ഇപ്പൊ കാഴ്ചയർപ്പിക്കപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാതന്ത്ര്യം ഈ കാഴ്ചവെപ്പിനുള്ള സ്വാതന്ത്ര്യമാണ്, സ്വയാർപ്പണത്തിനുള്ള. നാം ഓരോരുത്തരും ഈ സ്വയം സമർപ്പണം എത്രത്തോളം തുറവിയോടെ അർപ്പിക്കുന്നുണ്ട്, അത്രത്തോളം ദൈവാരാധനയുടെ ഭാഗമായിട്ട് മാറാൻ നമുക്ക് പറ്റും. ചുലറ്റം പ്രിയപ്പെട്ടവരെ, നാം വിളിക്കപ്പെടുന്നത് ഇങ്ങനെ ആരാധിക്കാനാണ്. ആത്മ മന ശരീരങ്ങളുടെ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ ഒരു ആരാധനയായിട്ട് മാറുക. അങ്ങനെ പുതിയ ജെറുസലേമാവുന്ന നമ്മൾ സ്വർഗീയ സൗരഭ്യം കൊണ്ട് നിറഞ്ഞവരായി ഈ ഭൂമിയിൽ കാണപ്പെടും. ചുലറ്റം പ്രിയപ്പെട്ടവരെ, നാം വിളിക്കപ്പെടുന്നത് ഇങ്ങനെ ജീവിക്കാനാണെന്ന പരമാർത്ഥം നാം ഓർക്കേണ്ടതുണ്ട്. പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ സ്വതന്ത്രനാണ് നമ്മളെന്ന കാര്യം മറന്നു പോയിട്ടുണ്ട്. ആചാരങ്ങളുടെ കെട്ടുകൾക്കകത്ത് സ്വയം പൂണ്ടുകിടക്കാനുള്ള പ്രേരണ നമുക്കുണ്ടാകാറുണ്ട്. അതുകൊണ്ട് അടിമനുഖത്തിന്റെ കീഴിലല്ല, സ്വാതന്ത്ര്യത്തിലാണ്, ക്രിസ്തുവിലാണ് നാം ഓരോരുത്തരും. സ്വയം സമർപ്പണമാണ് യഥാർത്ഥ ആരാധന. റോമർ ലേഖനം 12:1-2 തിരുവചനങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ശരീരങ്ങളുടെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ അർപ്പണം, അതാണ് യഥാർത്ഥ ആരാധന. അങ്ങനെ ഒരു ആരാധനയിലേക്ക് പ്രവേശിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. സമർപ്പിതരെന്ന ബോധ്യത്തോടെ, ക്രിസ്തുവിനെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരെന്ന ബോധ്യത്തോടെ, ആവിന്റെ പ്രകാശത്തിന് പിറകെ ക്രിസ്തുവിനെ തേടാൻ, ഹൃദയം കൊണ്ട് അനുഭവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന്, ഞങ്ങൾ സ്വയം അർപ്പിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.